ഇവിടെ കുറച്ചധികം മാങ്ങയുണ്ട്, അപ്പോൾ അതിനെ കൊണ്ട് മാംഗോ പുഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ മാങ്ങയെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കാം. മാങ്ങയെല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനി നല്ലോണം അരച്ചെടുക്കണം. മാങ്ങയെല്ലാം ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പാലൊഴിച്ചിട്ട് തിളപ്പിക്കണം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഞാനൊരു 1/2 കപ്പിലാണ് ഇടുന്നത്. നമുക്ക് നോക്കിയിട്ട് മധുരം ഓരോരുത്തർക്ക് പാകത്തിനനുസരിച്ച് ഇടാം. അത് കുറച്ച് ഇട്ടിട്ടുണ്ട്. പാലും പഞ്ചസാരയും മാങ്ങയും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് വളരെ സിമ്മിൽ വെച്ച് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ല തിക്നെസ് വരുന്നവരെ ഇത് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് ബബിൾസ് വന്നാൽ അത് ഓഫ് ചെയ്യുക. 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. അതിൻ്റെ കൂടെ പാലും കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് യോജിപ്പിക്കണം. ഒരു കട്ടയില്ലാണ്ട് യോജിപ്പിച്ചെടുത്ത് തരിയില്ലാണ്ട് നന്നായി രണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. കസ്റ്റാർഡും പാലും കൂടി ചേർത്ത് വെച്ച മിക്സ് ഈ മാങ്ങയിലേക്ക് നമ്മൾ ഒഴിക്കുക ചെയ്യുന്നത്. അത് കുറേശ്ശെയായി ഒഴിച്ച് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ആകുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നല്ലോണം തിക്നെസ് ആകുന്നവരെ ഇത് ഇളക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായി കുറുകി വരുമ്പോൾ ഇതിന് ബബിൾസ് വരും. അപ്പം ബബിൾസ് വരുന്ന സമയത്ത് നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലോണം ആറാൻ വെക്കണം. ഇതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. ബബിള് വരാണ്ടിരിക്കാൻ ഇത് ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഫ്രീസറിലേക്ക് 4 മണിക്കൂർ വെക്കുക. മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്കും കമൻറ്റും ഷെയറും തരിക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക.